ഞാനിപ്പം ഇല്ലിനോയി സ്റ്റേറ്റിലെ ചിക്കാഗോയിലെ സ്കോക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കല്യാണം കൂടാൻ എത്തിയതാണ്. സത്യം പറയുവാണെങ്കിൽ ഞാൻ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിറയെ പൂക്കളായിരിക്കും, നല്ല ഭംഗിയായിരിക്കും, നിങ്ങളെ ചിക്കാഗോ എല്ലാം കാണിക്കണമെന്നൊക്കെ ഓർത്ത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇപ്പം തണുപ്പ് പൂർണ്ണമായിട്ട് പോയിട്ടില്ല. ഇത് കണ്ടോ, മരങ്ങളൊക്കെ ഇങ്ങനെ പയ്യെ വരുന്നതേ ഉള്ളു. പിന്നെ കുറേ നല്ല പൂക്കൾ മരത്തേലൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അല്ലാതെ സാധാരണ വരുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം പൂക്കൾ കൊണ്ട് നിറയേണ്ടതാണ്. ഞങ്ങളിതിനു മുമ്പ് ഈ തണുപ്പ് കഴിയുമ്പം വരുമ്പം ഇവിടെ വളരെ മനോഹരമാണ്, സാധാരണ നല്ല മനോഹരമാണ്. പക്ഷെ ഇപ്പം കണ്ടോ, ഈ ചിക്കാഗോയിൽ ഇത് ഏകദേശം സമയമെന്ന് പറഞ്ഞാൽ 1 മണി കഴിഞ്ഞ്. സാധാരണ ഈ സമയത്ത് ട്രാഫിക് ഇവിടുത്തെ ചിക്കാഗോയിലെ ഏറ്റവും കുറവ് ട്രാഫിക് ഉള്ള സമയത്തെ ട്രാഫിക്കാണ് ഇത് കാണിക്കുന്നത്. ഞങ്ങൾ കുറച്ച് സമയമായി ഇപ്പോൾ റോഡിൽ ഇങ്ങനെ കിടക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയത്ത് സിറ്റി അല്ല ഇതൊരു ഒരു എന്താ പറയുന്നത്, സിറ്റിക്കൊക്കെ വെളിയിലുള്ള ഒരു ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് പോലും ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പോൾ ഈ 1 മണി കഴിഞ്ഞ സമയത്തും നല്ല ട്രാഫിക്കാണ്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി തണുപ്പ് കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് അധികം പൂക്കളൊന്നുമേ ഇല്ല. ഞാൻ ഇനി അത് മുമ്പോട്ട് പോകുമ്പം ചിക്കാഗോയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ചിക്കാഗോ സ്റ്റേറ്റ് ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ വിൻഡി സിറ്റി, ഭയങ്കര തണുത്ത കാറ്റാണ്. പിന്നെ നമ്മൾക്കിങ്ങനെ മരങ്ങളും ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം ഇങ്ങനെ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ അധികം മരങ്ങളൊന്നും ഇങ്ങനെ കാണത്തില്ലല്ലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ മരമൊന്നും വെട്ടിക്കളയത്തില്ല, പ്രകൃതി സംരക്ഷണം. അതുകൊണ്ട് മരങ്ങളെല്ലാം ഇങ്ങനെ നമുക്ക് സൈഡിൽ കാണാം. ഇതെല്ലാം നമ്മൾക്കിവിടെ കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ചിക്കാഗോയിലെ വീടുകളൊക്കെ നല്ല ചെറിയ ചെറിയ വീടുകളൊക്കെ, നമുക്ക് ഇടയ്ക്ക് വലിയ വീടുകളും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ വീടിൻ്റെ പ്രത്യേകത കണ്ടോ, തണുപ്പിനെ അതിജീവിക്കത്തക്ക രീതിയിൽ പണിതിരിക്കുന്ന ചെറിയ ചെറിയ വീടുകളാണ് ഇവിടുത്തെ. നോക്ക്, നല്ല ഭംഗിയില്ലേ? ഇതൊന്നൊന്ന് ഇമാജിൻ ചെയ്തേ, ഈ നമ്മുടെ ഇത് കഴിയുമ്പോഴത്തേക്ക്, ചൂട് സമയം കഴിഞ്ഞിട്ട് ഈ ഇലകളെല്ലാം നല്ല മഞ്ഞ കളറിൽ ആയി നിൽക്കുന്ന ആ സമയം എന്നോർത്ത് എന്ത് മനോഹരമായിരിക്കുന്നു. ഇപ്പം തന്നെ നോക്കിയാൽ മൊത്തം എല്ലായിടത്തും പച്ചപ്പ്. കാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ ചുമ്മാ സ്ഥലത്ത് ഇങ്ങനെ മരങ്ങളെല്ലാം ഇടതോർന്ന് വളർന്നിങ്ങനെ നിൽക്കുക. കാടെന്ന് വേണം നമുക്ക് പേര് വിളിക്കാം. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു കണ്ടോ, ഇപ്പറേ സ്ഥലത്തെല്ലാം കെട്ടിടങ്ങളും കടകളും ഇതെല്ലാമാണ്, ഒരു വശമല്ല ഇങ്ങനെയാണ്. മറ്റേ വശത്താണ് നമ്മൾ ഈ കാട് ഒക്കെ കണ്ടത്. കണ്ടോ, മനോഹരമായ ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ടോ. ഇങ്ങനെ വരുമ്പം ഞാനൊരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ വീഡിയോ എടുത്തിടാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീടുകളുടെ, ഞാൻ പറയുന്നതിൻ്റെ വീടിൻ്റെ ഷേപ്പിൻ്റെയും പ്രകൃതി ഭംഗിയുടെയും ഒക്കെ വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന്. ടെക്സസ് ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്. അത് വെച്ച് നോക്കുമ്പം നമുക്ക് ചിക്കാഗോ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, പണ്ടത്തെ അമേരിക്കൻ വീടുകൾ ഇതൊക്കെയല്ല നമ്മൾ പടത്തിൽ കണ്ടിട്ടുള്ളത്. അമേരിക്കൻ വീടുകളൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഈ ചിക്കാഗോയിൽ നമുക്ക് നന്നായിട്ട് കാണാം. പഴയ വീടുകളുണ്ട്. ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇതൊരു സിംഗിൾ സ്റ്റോറി ആണെന്ന്. ആക്ച്വലി ഈ വീടുകളൊന്നും സിംഗിൾ സ്റ്റോറി അല്ല, ഇതൊരു 3 സ്റ്റോറി എന്ന് വേണേൽ പറയാം. ഇവർക്കൊരു ബേസ്മെൻ്റ് ഉണ്ട് അടിയിൽ, പിന്നെ മെയിൻ ആയിട്ടുള്ളതും പിന്നെ മുകളിൽ, അങ്ങനെ 3 നിലയാണ് സാധാരണ ഈ വീടുകളൊക്കെ. വെളിയിൽ നിന്ന് കണ്ടാൽ നമ്മൾ തോന്നും ഇതെല്ലാം ഒറ്റ നിലയാണെന്ന്. ചെറിയ ചെറിയ വീടുകൾ, കണ്ട. ഇത് വളരെയധികം വർഷം പഴക്കമുള്ള ഇവിടുത്തെ വീടുകളൊക്കെ നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ട, വീടിൻ്റെ പഴക്കം
മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട ആ വീടിൻ്റെ ഫ്രണ്ടിലെ മരങ്ങൾ കാണണം. കണ്ടോ? മരങ്ങളൊക്കെ എന്ത് വലിയ മരങ്ങളാന്ന് നോക്ക്. ആ മരങ്ങളുടെ വലിപ്പം അനുസരിച്ച് നോക്ക്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വീടിനൊക്കെ എത്ര പഴക്കമുണ്ടെന്ന്. നമുക്ക് ഇവിടെയുള്ള വീടുകളൊക്കെ നോക്ക്, എന്ത് മനോഹരമായ ചെറിയ ചെറിയ വീടുകളാണ്. കണ്ടോ? മനോഹരമായ ചെറിയ വീടുകളാണ് ഇവിടെയുള്ള വീടുകളെല്ലാം. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് കാണാം, ഇവിടെയൊക്കെ കണ്ടോ, ആക്ച്വലി നമ്മുടെ പൂക്കൾ, പാലസിലുള്ള പൂക്കളും ഇത് കണ്ടോ, ഇത് വളരെ ഒരു ഭംഗിയല്ലേ. ഇതൊക്കെ ഇവിടെ പോകാൻ നിൽക്കും, ക്രിസ്മസ് ട്രീ പോലത്തെ. നമ്മളൊക്കെ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്നതല്ലേ. ഇവർക്കതൊക്കെ ഫ്രീ ആയിട്ട്, ക്രിസ്മസ് ട്രീ ഒക്കെ ഫ്രീ ആയിട്ട് എല്ലാ വർഷവും മേടിക്കാതെ, അങ്ങനെയുള്ളവർക്ക് ചിക്കാഗോ നല്ലതാണ്. കണ്ടോ? നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ, ഈ മരം. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കുമ്പം നമുക്ക് കാണാം, ഓക്കെ, നമുക്ക് ഡാലസിലൊക്കെ തണ്ട് ഈ പൂക്കളുടെയൊക്കെ സമയം കഴിഞ്ഞ്, ഇവിടെയൊക്കെ തണ്ട് ഇപ്പോൾ ഇതുണ്ടായി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ പല മനോഹരമായ ചെടികളും ഒക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ മൊത്തം ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇവിടെ. മനോഹരമായ പുൽത്തകിടികളും ചെടികളും, എന്താ ഭംഗി. ഇത് നമ്മുടെ നാട്ടിലെ കൊങ്ങിണി പോലെ, ഓക്കെ, എന്ത് മനോഹരമാണെന്ന്. പലതരത്തിലുള്ള വെറൈറ്റി ചെടികൾ. ഇവിടെയൊക്കെയാണ് ഇവരൊക്കെ ചെറിയ രീതിയിൽ കൃഷികളൊക്കെ തുടങ്ങിയതാണ്. ഉള്ളി, വെളുത്തുള്ളി ഇവിടെയൊക്കെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെയും കണ്ടോ വേറൊരു തരം. ഇത് ആക്ച്വലി അത് വെള്ള കൊങ്ങിണിയാണ്. കണ്ടോ? എന്ത് മനോഹരമാണ്. കൊങ്ങിണിയല്ല കേട്ടോ, കൊങ്ങിണി പോലെ പൂക്കളാണ്, പക്ഷെ ഇത് കൊങ്ങിണിയല്ല, അതിൻ്റെ എന്തോ ഒരു വെറൈറ്റിയാണ്. എന്ത് മനോഹരമായ പൂക്കളാണ്. ഇത് ചിക്കാഗോയിലൊക്കെ ഒട്ടുമിക്കവാറും എല്ലാ സമയത്തും നമുക്കിങ്ങനെ പൂക്കളൊക്കെ കാണാം. കാരണം